ടി ജി, ട്രംപിൻ്റെ വ്യാപാര യുദ്ധം, പുതിയ പ്രസ്താവന, താരിഫ് നാളെ മുതൽ ഇന്ത്യക്ക് പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ പറയുന്നത് 5 അല്ല 7 വിമാനങ്ങളൊരു രാജ്യം വെടിവെച്ച് വീഴ്ത്തി, ശത്രു രാജ്യത്തിൻ്റെ. ഏത് രാജ്യമാണെന്ന് പറയുന്നില്ല, ഏത് രാജ്യമാണ്, ഏത് രാജ്യത്തിൻ്റെ വിമാനമാണ് നഷ്ടപ്പെട്ടതെന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പറയാണ്, ആണവയുദ്ധത്തിലേക്ക് നീങ്ങാതെ ഈ വിഷയം സ്റ്റോപ്പ് ചെയ്ത് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നുള്ളൊരു രീതിയിലാണ് ട്രംപ് പറയുന്നത്. അങ്ങേര് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കാനില്ല. ഇപ്പം ആരും കാര്യമായിട്ട് എടുക്കുന്നുമില്ല. വലിയ വിഷമത്തിലാണ്. ഈ താരിഫ് 25-50% അത് നാളെ മുതൽ നിലവിൽ വരുന്നു. ശരി, അത് നിലവിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു കുലുക്കുമില്ല. വി ജസ്റ്റ് ഡോണ്ട് കെയർ എന്നാണ് ഇന്ത്യ കൊടുക്കുന്ന മെസ്സേജ്. ഇത്തവണ ഒരു കോൺക്ലേവിൽ ഡോക്ടർ ജയശങ്കർ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ള കംപ്ലയിൻറ്റ് അമേരിക്കയ്ക്ക്. ഞങ്ങൾ മാത്രമൊന്നുമല്ല, ഞങ്ങളെക്കാൾ കൂടുതൽ ചൈന വാങ്ങുന്നു. ചൈനയ്ക്ക് താരിഫ് 30%. എന്നിട്ട് ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് 145% വരെ ട്രംപ് കൂട്ടിക്കൊണ്ടുപോയി. ചൈന അനങ്ങിയില്ല. ഒടുവിൽ ട്രംപ് തന്നെ പറഞ്ഞു, തൽക്കാലം 30 നിൽക്കട്ടെ, 3 മാസം കഴിഞ്ഞ് നോക്കാം. ഇതാണ് ചൈനയുമായിട്ടുള്ള പുള്ളിയുടെ നിലപാട്. യൂറോപ്പ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, LNG വാങ്ങുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ എണ്ണ വാങ്ങുന്നതാണ് പ്രശ്നം. മാത്രമല്ല, നമ്മൾ എണ്ണ റിഫൈൻ ചെയ്തിട്ട് അമേരിക്കയ്ക്ക് വിൽക്കുന്നു. അമേരിക്കക്കാരത് വാങ്ങുന്നു. ജയശങ്കർ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ടപ്പോൾ ഞങ്ങളുടെ നിന്ന്. ആര് നിർബന്ധിച്ചു നിങ്ങളെ? ഇങ്ങനെ തന്നെ പറഞ്ഞു, നോബഡി ഈസ് ഫോഴ്സിങ് യു. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, യു ഡോണ്ട് ബൈ ഇറ്റ്. ഹൂ ഈസ് ഫോഴ്സിങ് യു? ആ രീതിയിൽ നിൽക്കുക. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ റഷ്യ കീഴടങ്ങിയെന്ന് വെച്ചോ, നമ്മൾ കീഴടങ്ങുന്നില്ല. റഷ്യ പറയാണ്, ഞങ്ങൾ ഇന്ത്യക്ക് എണ്ണ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചോ, അപ്പോഴും നമുക്ക് ജീവിക്കണ്ടേ? നമ്മൾ ജീവിക്കാനുള്ള മാർഗം വേറെ നോക്കിയിട്ടുണ്ട്. അൾജീരിയ, ഇവിടെയൊക്കെ നമ്മൾ നാട്ടിൽ ആരുടെ കയ്യിലൊക്കെ എണ്ണയുണ്ടോ അവിടെ എല്ലാം നമ്മൾ കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് ഇയാൾ നിർത്തിക്കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് നിന്ന് വാങ്ങും. കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ എണ്ണ ചൈനയ്ക്ക് വിറ്റു നമ്മൾ. അത് ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് തീരുമാനിക്കാതെ കപ്പൽ വിട്ടിട്ട് ലാസ്റ്റ് മിനിറ്റിലാണ് നേരെ ചൈനയ്ക്ക് പോക്കോട്ടെ എന്ന് പറഞ്ഞ് വണ്ടി. അങ്ങനെ അത് US ഒരു ചലഞ്ചായിരുന്നു. അമേരിക്ക വാങ്ങുന്നില്ല എണ്ണയെങ്കിൽ, എന്നാൽ അമേരിക്കയിൽ നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്, ക്രൂഡ് വാങ്ങുന്നുണ്ട്. നിസ്സാരമാണ്, പക്ഷെ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കച്ചവടമെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എത്ര കാലമായി റഷ്യയെ സാങ്ഷനിൽ നിർത്തിയിരിക്കുന്നു. അതിലും പഴയതാണ് ഇറാൻ്റെ നേരെയുള്ള സാങ്ഷൻ. എന്നിട്ടെന്താ, ഇറാൻ ചത്തുപോയോ? ഇറാനിൽ നിന്ന് ആരും എണ്ണ വാങ്ങുന്നില്ലേ? വാങ്ങുന്നുണ്ട്. നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നു, നമ്മൾ നിർത്തി അന്ന് സാങ്ഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷേ ചൈന അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്, ആവശ്യക്കാരൊക്കെ വാങ്ങുന്നുണ്ട്, യൂറോപ്പും വാങ്ങുന്നുണ്ടാകും. ആർക്കും അറിയില്ല. കാരണം ഈ സൂപ്പർ ടാങ്കറൊക്കെ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയില്ല. ഒരു ടാങ്കർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കാണാം. ഇത് ആരുടെ, ഇതൊക്കെ നോക്കിയിട്ട് കാര്യം നടക്കുമോ? അപ്പോൾ ഇവരെന്ത് ചെയ്യും? യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ കൂടിയിട്ട് ഒരു സമ്മേളനം വിളിച്ചിട്ട് പറയും, അതേ നിങ്ങൾ കാണിച്ച മോശമായിപ്പോയി കേട്ടോ ഫ്രാൻസ്, നിങ്ങളാരും അറിയാതെ ഇറാനുമായിട്ട് കച്ചവടം നടത്തിയില്ലേ? ഫ്രാൻസ് പറയുന്നത്, അത് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ പിള്ളേർ കേട്ടില്ല. ഇനി ഉണ്ടാവില്ല, ഇത്തവണ നമുക്ക് സീരിയസ്. അപ്പോൾ ഇറ്റലി അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലേ? ഇനിയെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫ്രഷായിട്ട് സാങ്ഷൻസ് അപ്ലൈ 2-3 ദിവസം നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെയും ജീവിതം, രാജ്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? ബിസിനസ് ഇല്ലാതെ ഇത് പോകുന്നത് എങ്ങനെ? ഇവർ തന്നെ അത് ഇല്ലാതെയാക്കും. ഇപ്പോഴേ വലിയ ബഹളവും സംഗതിയൊക്കെ പറയുന്നതല്ലേ. ഫ്രാൻസ് നമുക്ക് അവരുടെ സഫ്രാൻ എൻജിൻ തരാമെന്ന് പറഞ്ഞു. ഈ ജനറൽ ഇലക്ട്രിക്കിൻ്റെ എൻജിൻ കിട്ടാൻ ഞങ്ങൾ തരാം, സഫ്രാൻ തരാമെന്ന് പറഞ്ഞു. ആ സഫ്രാൻ എൻജിൻ ഫിറ്റ് ചെയ്ത വിമാനങ്ങൾ ഇന്ത്യയിലുണ്ടാക്കിയിട്ട് 5th ജനറേഷൻ വിമാനങ്ങൾ ഇന്ത്യയിലുണ്ടാക്കാൻ കംപ്ലീറ്റ് സോഫ്റ്റ്വെയറും സോഴ്സ് കോഡും ഞങ്ങൾ തരാം. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ Su-57 ഗൗരവമായിട്ട് എടുത്തിട്ട്
അത് ചെയ്യും. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് രണ്ടും ചെയ്യുന്നതാണ്. രാജ്നാഥ് സിംഗ് അതിനെ സ്വാഗതം ചെയ്തു. നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാം ഈ റഫാൽ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്. Su-57 ഓൾറെഡി നമ്മളുമായിട്ട് കരാറുള്ള സാധനമാണ്. Su-57ഉം റഫാലും നമ്മുടെ കയ്യിലുണ്ടാകും. F-35 വേണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞു. ചേട്ടൻ്റെ പാട്ട ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കണ്ടു തിരുവനന്തപുരത്ത് വന്നത് 10-40 ദിവസം കിടന്ന് ചേട്ടൻ അതുകൊണ്ട് ഒരു കണക്കിന് രക്ഷപ്പെടുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. ഇതെല്ലാം ട്രംപിനെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്.